സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് ഗോപിനാഥ് മുതുകാടിനോട് തന്നെയാണ്. പക്ഷെ അതിലൊരു അനീതിയുണ്ട്. എന്ത് പറ്റി? പലതവണ ആവർത്തിച്ചു നോക്കി, എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ സംഭവമാണെന്ന് വരുത്തി തീർക്കുന്നു. ആത്യന്തികമായി എന്താണ് കുഴപ്പമെന്ന് ഇവരാരും പറയുന്നില്ല എന്നാണ് വാസ്തവം. നമുക്ക് ചില സംശയങ്ങൾ നിവാരണം നടത്താം. അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് ഈ ചില കുറിപ്പുകൾ വായിക്കുമ്പോൾ എനിക്ക് വിശ്വാസമാണ്, എങ്കിൽ പോലും ഈ കുറിപ്പുകൾ വായിക്കുമ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്കും തോന്നി. എന്തോ കുഴപ്പമുണ്ടല്ലോ പറഞ്ഞ അങ്ങനെയല്ല, ഇതിനേക്കാൾ ലാഭമുള്ള ഇടപാടായത് കൊണ്ടാണ് ഇതിലേക്ക് വന്നത്. ശരിക്കും എനിക്ക് പേടിയൊന്നുമില്ല, ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലായേ. ശരിക്കും പറഞ്ഞ സാമ്പത്തികമായി എന്തെങ്കിലും ലാഭമുണ്ടോ ഈ പ്രക്രിയ? പേടിക്കണ്ട, ഞാനൊരു അക്ഷരം പറയത്തില്ല. ഉണ്ണുന്ന ചോറിനോട് കൂറ് കാണിക്കുന്നവനാ ഈ സദാനന്ദൻ. ഞാനിപ്പോ ജീവിക്കുന്ന വീട്ടിലേക്കൊന്ന് വരാം. ആദ്യം മനസ്സില്ല, ഞാൻ വിറ്റ വീടൊന്ന് കാണാം. ഡോക്ടറാണ് ഡോക്ടർ മുഹമ്മദ് അഷീൽ KSSM-ലാണ്. ഓ ശരി. അമേരിക്കയിൽ നിന്നൊരു ഭ്രാന്തിന്റെ ഡോക്ടർ വന്നു നമ്മുടെ ശാന്തം പറഞ്ഞു. പ്രോഗ്രാം കഴിഞ്ഞ് പ്രോട്ടോകോളൊക്കെ വേദിച്ച് വൈസ് പ്രസിഡന്റ് സ്റ്റേജിലേക്ക് ചാടിക്കയറി തന്നെ PWD നമ്മളെ വിളിച്ചിട്ട് ഒരു അവാർഡ് തന്നു. ആൻഡ് യു ഡിഡ് ഇറ്റ് എന്ന് പറഞ്ഞിട്ടാണ് എന്നോട് പോയത്. പുറത്ത് തട്ടിട്ട് പറയാണ്, വല്ലാത്ത ധൈര്യം തന്നെ അനക്കുകയാണ്. നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ അവരിലേക്ക് ഇങ്ങനെ അടുക്കുകയായിരുന്നു. എനിക്ക് ആദ്യം ഞാൻ നേരെ ചെല്ലുന്നു, അയാളുടെ ദേഹത്ത് പതുക്കെ ഒന്ന് മുട്ടിയിട്ട് അറിയാതെ പറ്റിയ പോലെ സോറി എന്ന് പറയുന്നു. എന്റെ പോക്കറ്റിൽ ഇങ്ങനെ കൈയിടും. കൈയിട്ട് കഴിഞ്ഞാൽ മാമ എന്ന് പറഞ്ഞ കവിളിൽ ഇങ്ങനെ. ഞാൻ 27 വർഷമായി മാജിക് അക്കാഡമി തുടങ്ങിയിട്ട്. 27 ഇയേഴ്സായി. 96-ലാണ് തുടങ്ങുന്നത്. ഇതുവരെ ഞാൻ 1 രൂപ ശമ്പളം മേടിച്ചിട്ടില്ല. പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വന്നവര് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്കാ കാര്യങ്ങളുടെ പോക്ക്. മോട്ടിവേഷൻ പ്രോഗ്രാമിന് പോകുന്ന സമയത്തൊക്കെ പൈസ കിട്ടും. അതും ഞാൻ ചിലതൊക്കെ ഈ സൊസൈറ്റിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ ഷർട്ട് എനിക്ക് ഷാൻ എന്ന് പറയുന്ന ലണ്ടനിലെ സുഹൃത്ത് വാങ്ങിച്ചു തന്നതാണ്. എന്റെ അമ്മയെ നാട്ടിച്ച് എടുക്കുന്നില്ല. ഈ സംഭാവന തരുന്ന ഒരു പൈസ പോലും എടുത്തിട്ടില്ല. ഇല്ല, നെവർ നെവർ നെവർ. ആരും കള്ളന്മാരായി ജനിക്കുന്നില്ല, സാഹചര്യമാണ് അവരെ അങ്ങനെ ആക്കുന്നത്. അത് ഞാൻ ഏത് അവിടെ തെളിയിക്കാൻ തയ്യാറ്. 1 രൂപ പോലും ഞാനുമായിട്ട് അതിനകത്ത് കൂട്ടി തൊടൂല. ഞാൻ ഓട്ടെ, കള്ളന്മാരാണേലും നിങ്ങളെ എനിക്കിഷ്ടമാ. അങ്ങയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞവരൊക്കെ വേണ്ടി ഞാൻ അങ്ങോട്ട് മാപ്പ് അയ്യോ, ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് സോറി. അവർ തിരുത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഒന്നരമായിരിക്കുന്നു, വെറുതെ പറയണമെന്ന് വിചാരിക്കരുത്. വണ്ടർഫുൾ.